വാങ്ങിയതിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഈമാനിന്റെ ഒരു ഒത്തുവരങ്ങനെ വരും. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഉമ്മനികളെ സുലഭമായി നമ്മൾ ജീവിതത്തിൽ കഴിയില്ലേ? എന്താ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത്? അടുത്ത വീട്ടിലൊരു കാറ് വാങ്ങിയാൽ നമ്മൾ ദ്വാരക്കുന്ന ഒരു നല്ല കാറ് വാങ്ങിയത് കരുതുക എന്താ നമ്മൾ ദ്വാരക്കുക? എല്ലാവരും അങ്ങനെയൊന്നല്ല. പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റി ലോകത്ത് ഏറ്റവും കൂടുതൽ വിപത്ത് പറയുന്നവർ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളിൽ ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിപത്ത് പറയുന്നവർ കേരളത്തിലെ മുസ്ലിങ്ങളാണ്. സത്യമായിട്ട് നിസ്കാരത്തിനും പള്ളികൾക്കൊന്നും കുറവില്ല. പുതിയ പുതിയ എത്ര പള്ളികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്, മനോഹരമായ രമ്യങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന വലിയ പള്ളി നിസ്കരിക്കാറില്ലെന്ന് മാത്രം. ഒരു നാട്ടിലേക്ക് ഒരു മഹലിലേക്ക് ഒരു പെൺകുട്ടിയുടെ കല്യാണാലോചനക്ക് വന്ന മാന്യമോമിനികളും തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ചിലപ്പോൾ ഹജ്ജിന് പോയവരുമായ ആളുകളുടെ കമ്മിനെന്തായിരിക്കും ഒരാളൊന്ന് ചോദിക്കുക, ആ കുട്ടിനെ നമ്മുടെ റസാഖിന്റെ മോളെ ആലോചിക്കണം തങ്ങളുടെ അഭിപ്രായം. ഉദാഹരണം പറയാം, നമ്മുടെ റസാഖല്ലേ, ഞാനൊന്നും പറയണില്ലേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെന്താ പറയുക, നമ്മളെന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ അതിൽ തന്നെ വന്ന ആൾക്കാർക്ക് സന്തോഷമായിട്ടുണ്ടല്ലോ അല്ലേ? എന്തിനങ്ങനെ പറയണേ, എങ്ങനെയുള്ളത് മുടങ്ങി കിട്ടുന്നേ? എന്നിട്ട് ടോർച്ച് പിടിച്ചിട്ട് ഓലക്കാണ് പള്ളി നിസ്കരിക്കാൻ പോകണമെന്നില്ല. എന്തിനാ പള്ളി പോയി? അള്ളാഹുവിനെ പൊട്ടനാക്കല്ലേ ശരിക്കും ചെയ്യണത്? അള്ളാഹുവിന് ഇഷ്ടമല്ല അവന്റെ അടിമകളെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നത്. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ? ആരാധനക്ക് കുറവില്ല, ഹജ്ജിന് തിരക്ക്. ഞാൻ ഹജ്ജിന്റെ അന്യമാണ്. പണ്ട് 10 ആളെ പിടിച്ചെടുത്ത് ഒരാൾക്ക് പോയി അല്ലേ? നിങ്ങൾ 100 ആളെ കൊണ്ട് തലത്തില്ല. എന്തുകൊണ്ടാ? ആൾക്കാർ ഇഷ്ടം പോലെ. ഉംറക്ക് സീറ്റ് ബുക്കിംഗ് 2 മാസം. എന്തുകൊണ്ടാ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇതിനൊന്നും ഒരു കുറവും വരുന്നില്ല. പക്ഷേ ദീപത്ത് കൂടുതൽ കുറഞ്ഞിട്ടില്ല, അഹങ്കാരവും കുറഞ്ഞിട്ടില്ല. എന്താ ഒരു മുഅ്മിനോട് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? മുഅ്മിനോട് ഇതാണ് ഔലിയാക്കന്മാരുടെ പ്രത്യേകത. ഒരു പൂ പോലെ നിഷ്കളങ്കമായിരുന്നു. മുഅ്മിനീങ്ങളെ, ഒരു വലിയ മനുഷ്യരല്ലേ നിങ്ങൾ? നമ്മുടെ സഹാബിയെ കണ്ടിട്ടില്ല? സഹാബിയെ പോലെ ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യൻ നിങ്ങളുടെ മലബാറിൽ ജീവിച്ചിരിപ്പില്ലേ? കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, വലിയ അലങ്കാരങ്ങളൊന്നുമില്ല, അയൽ പൊട്ടിയിട്ട് തോട് കൂടെ ചാടിയിട്ടില്ല. മനസ്സിലായില്ല? അയൽ പൊട്ടി തോട് കൂടി കൂടൊക്കെ പച്ച നീല ചോപ്പും ഒക്കെ അങ്ങനെ റംഗിൽ ഇരിക്കുക ആ സമ്മേളനത്തിൽ. ഒരു സാധു മനുഷ്യൻ നിങ്ങളൊന്നിപ്പോ ഒരു ദിവസം താമസിക്കുക, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ SKSFന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഒന്ന് കൊണ്ടുപോകാൻ നിങ്ങൾ ഈ മഹലിലേക്ക് ഒരുപക്ഷെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ പരിചയമുണ്ടാകും. നമ്മളാരും സഹാബിയെ കണ്ടിട്ടില്ല. സഹാബിയെ പോലെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഇതിഹാസമാണ് സമസ്ത കേരള ജമഅത്തുൽ ഉലമയുടെ ആത്മീയ നേതാവായ മഹാനായ മൗലാന അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞങ്ങളെ ഏൽപ്പിച്ചു കൊണ്ടുവരാം. നമ്മൾ ആധുനികതക്കൊന്നും എതിരില്ല. ഈ പറയുന്ന ആധുനികതക്കൊന്നും എതിരില്ല. നിങ്ങൾ MBA പഠിച്ചോ, BBA പഠിച്ചോ, ഹയർ എഡ്യൂക്കേഷനിൽ പഠിച്ചോ, ഒരുപാട് എഡ്യൂക്കേഷൻ കൊച്ചിയിലെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് സമയമായി കാത്തു നിൽക്കരുത് എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ. ട്രെൻഡ് നടത്തുന്നവരാ നമ്മൾ. 300 കുട്ടികൾ ഞാനിത് പറയാൻ വേണ്ടി പറയല്ല, കടയിൽ പറഞ്ഞു പോവാ. 300 കുട്ടികൾ സിവിൽ സർവീസിന് വേണ്ടി പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി. ഞാനതിന്റെ 4 ക്യാമ്പിലും പങ്കെടുത്ത ഒരാളെന്ന് നിങ്ങളോട് പറയട്ടെ. 300 കുട്ടികൾ. വയസ്സായവർക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല. അതായത് ജില്ല മനസ്സിലാവുന്ന രീതി ഞാൻ ലളിതമാക്കാം. IAS എന്ന് പറഞ്ഞ കലക്ടർമാർ മാത്രമൊന്നുമില്ല, ജില്ലാ കലക്ടർമാർ. അവർ IAS ബിരുദമുള്ള ആളുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സിവിൽ സർവീസ് ആണ് IAS. അത് ലഭിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം, അവർക്കുള്ള പഠനത്തിന്റെ സകല സംവിധാനങ്ങളും കൊച്ചിയിലും ഡൽഹിയിലും നടക്കുന്ന ഇന്റർവ്യൂകളിൽ, തുടർന്ന് നടക്കുന്ന പരിശീലനങ്ങളിൽ വലിയ വലിയ ആളുകളെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 300 ആളുകള്, മുഅ്മിനീങ്ങള്, 300 ആളുകളും കലക്ടർമാരാകുമെന്നൊന്നും നമുക്ക് വിശ്വാസമില്ല. IFSO IPS ലഭിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. 200 ആളുകൾ വേണ്ട, 100 വേണ്ട, 50, അതും എന്റെ വ്യാമോഹമായിരിക്കാം. 25 വേണ്ട,
300-ൽ നിന്ന് 10 സിവിൽ സർവീസ് എക്സാം വിജയിച്ചിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ജില്ലാ കളക്ടറായാൽ ഇന്ത്യയുടെ ചരിത്രം മാറ്റിത്തിരുത്തുന്ന ഒന്നായിരിക്കും അത്. നിങ്ങൾ ദുആ ചെയ്യ്, അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. കേരളത്തിൽ ഒരു സംഘടനക്കും ചെയ്യാൻ കഴിയാത്ത സൈലന്റ് റവല്യൂഷൻ, നിശബ്ദ വിപ്ലവമാണ് ഇവിടെ പേര് വെച്ച സമസ്ത കേരള വിദ്യാർത്ഥി പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ആധുനികർക്കും എതിരില്ല. ഞാൻ ഈ ആത്മീയത പറയുമ്പോ എല്ലാവരും ഈ പള്ളി മൂലയിൽ പോയി തസ്ബീഹ് ചെയ്യണമെന്നും തള്ളി പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾ ഏത് വിരുദ്ധത്തിൽ പഠിച്ചാലും ശരി, മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. വലിയ മനുഷ്യന്റെ അടുത്ത് വന്നിട്ട് ഞാൻ നേരിട്ടറിയ അനുഭവം പറയണം. കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾ അസുഖമായി പലപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകും. വലിയ പോസ്റ്റിലിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡോക്ടർ അവിടെയുണ്ട്. അയാൾ ജീവിച്ചത് മുഴുവൻ ഭൗതികമായ സംവിധാനത്തില്. കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പോയി ബിരുദമെടുത്ത ആളാ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാ. ആ മനുഷ്യൻ മുഅ്മിനീങ്ങളെ അദ്ദേഹത്തിന്റെ റൗണ്ട്സ് കഴിഞ്ഞിട്ട് തന്റെ ക്യാബിനിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സലാത്ത് നൽകുകയാണ്. ആരാ ഈ വിപ്ലവം ഉണ്ടാക്കിയത്? 50,000 വേർഡ്സിന്റെ വിപ്ലവമല്ല, അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ സന്ദേശമാണ്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നതാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. നിങ്ങൾ അന്വേഷിക്കുക ചെറുപ്പക്കാരെ. ഞാൻ അങ്ങനെ നന്നായ ആളൊന്നും അല്ലേട്ടത് പറയാം. കൂടി ഒന്നിച്ച് നന്നാകാൻ വേണ്ടി പറയാം. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നമ്മളെ അള്ളാഹു നന്നാക്കി പെരുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിനെ പേടിക്കുന്നതിനോട് കൂടെ സ്നേഹിക്കേണ്ട മുമ്പിനിങ്ങളെ. 2 മണിക്കൂർ ധരിച്ചിട്ട് പോയാൽ മതിയോ? 2 മണിക്കൂർ ധരിച്ചിട്ട് നിങ്ങൾ വളപൊട്ടിച്ച് തന്നാൽ മതിയോ? നിങ്ങൾ ലക്ഷങ്ങൾ സംഭാവന ചെയ്താൽ മതിയോ? അത് നല്ല കാര്യമാണ്, അതിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയും. പക്ഷെ അതിനു വേണ്ടിയാകരുത് സംസാരിക്കുന്നത്, അതിനു വേണ്ടിയാകരുത് ഹദീസുകൾ ഉദ്ധരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ കിട്ടുക എന്നുള്ള ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്ന കാര്യ. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത് കമ്മ്യൂണിസമാണ്. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കില്ല. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കില്ല. ലക്ഷ്യം എത്ര പവിത്രമാണെങ്കിലും മാർഗം പരമപരിശുദ്ധമാകണമെന്ന് അതാണ് ഇസ്ലാമിക ഫിലോസഫി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിയാർ മടങ്ങിയതെന്തിനാ? 10 കിലോമീറ്റർ ഇറച്ചി വാങ്ങാനാ. അത് നമുക്ക് വെട്ടിക്കുറക്കാം, അത് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യമാ. പക്ഷെ 10 കിലോമീറ്റർ നടന്നതെന്തിനാ? 5 or 6 ചോണനുറുമ്പുകളെ ഒറ്റക്കലങ്ങാടിയിൽ നിന്ന് അറിയാതെ കയറിപ്പോയതിനെ തിരിച്ചാക്കാനാണെങ്കിൽ ഉറുമ്പുകളോട് പോലും സ്നേഹം കാണിച്ചതെന്തിനാ? അല്ലാഹുവിനെ സ്നേഹിച്ചത് കൊണ്ടാ. നിങ്ങളെ മനുഷ്യരെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അത്തബസ്സുമു സദഖ ഖാല റസൂലുള്ളാഹി. പുഞ്ചിരി ആരാധനയാണെന്ന് പഠിപ്പിച്ച നബി. പുഞ്ചിരിച്ചാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി വർദ്ധിക്കുമെന്ന് സെൽഫ് കോൺഫിഡൻസ് ക്ലാസ് എടുക്കുന്ന ട്രെയിനർമാര് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പുഞ്ചിരിച്ചാൽ നിങ്ങളുടെ ആയുസ് വർദ്ധിക്കുമെന്ന് പുഞ്ചിരി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാര് പറയുന്നുണ്ട്. പക്ഷേ ലോകത്താദ്യമായി പുഞ്ചിരി ഇബാദത്താ എന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെയൊക്കെ രണ്ട് മോഹിനിപ്പോ ദുബുറിനാണ് ഈ ആയിരം കൊണ്ടുവരുന്നത്. അസ്സലാമു അലൈക്കും നമുക്ക് സ്നേഹത്തിൽ പറയുന്നത് ആരെയും പറയാൻ വലിയ സിംഹത്തിന്റെ മുമ്പിൽ എന്നൊക്കെ പറയണത് എന്തിന്? അത് ലളിതമായ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇല്ലാതെയാകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ വീട്ടിലിരിക്കുക. അവിടത്തെ പൊന്നുമോൾ ഫാത്തിമ സഖറ ബത്തൂരി കടന്നു വരികയാ. കൂടെ ആരാ? അലി റളിയല്ലാഹു തആല അൻഹു. ഏത് അലി? മദീനയുടെ മലഞ്ചെരുവുകളിൽ പോയി ഈത്ത മരങ്ങൾക്ക് താഴെ വളരുന്ന ഒരു പ്രത്യേകതരം പുല്ല് ചെത്തിക്കൊണ്ടു വന്നിട്ട് കുതിരാലയങ്ങൾക്കും ഒട്ടകാലയങ്ങൾക്കും മുകളിൽ തലച്ചുവടായി കൊണ്ടുപോയി കിടന്ന് കിട്ടുന്ന തീനാറുകൊണ്ട് കുപ്പൂസ് വാങ്ങി അന്നം കഴിച്ച അലി മുർത്തദ റളിയല്ലാഹു അൻഹു. പാവപ്പെട്ടവൻ, പരമദരിദ്രൻ, പക്ഷേ തന്റെ പൊന്നുമോളുടെ ഭർത്താവ്. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാളും വരുമ്പോ വീട്ടിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു, ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റു,
കവാടത്തിൽ ചെന്നു, പുഞ്ചിരിച്ചു. ഒരു കൈ ഫാത്തിമാന്റെ തോളിൽ വെച്ചു, ഒരു കൈ അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ വെച്ചു. എന്നിട്ട് പുഞ്ചിരിയോടെ രണ്ടുപേരോടും സംസാരിച്ച് തിരിച്ചു വന്ന് വീട്ടിലേക്ക് കയറ്റി കൊണ്ടുപോയ മുഹമ്മദ് മുസ്തഫ. നമ്മളോ താജുസ്കരി നമ്മൾ മരുമകൻ വീടുന്ന ഉദാഹരണം കാർ കേൾക്കുന്നെങ്കിലും നമ്മൾ മലബാരം അങ്ങനെ പിടിക്കും. മുഴുവൻ കത്തം തീർത്താൽ പരസ്യപരമായിട്ടുണ്ടോ ഈ സുപ്രഭാതം എന്താ കാരണം വീണ്ടും കാണേണ്ടത് വരും. അഭിനയിക്കുക. നല്ല ഓസ്കാർ അവാർഡ് കുറെ അമ്മോസിനെ കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പുതിയപ്പോൾ വന്നിട്ട് അസ്സലാം വലൈക്കും എന്ന് പറയില്ല. എന്താ കാരണം? അസ്സലാം വലൈക്കും എന്നുള്ളത് പള്ളി ഉസ്താദ്മാരോട് പറയാനുള്ള ഒരു അഭിവാദ്യമില്ലേ? അതൊക്കെ നാട്ടിലോടും വാപ്പാരന്മാർ പറയാൻ പറ്റുമോ? ഭാര്യ വീട്ടിൽ പോയി തിരിച്ചു വന്നിട്ട് ഭർത്താവിനോട് അസ്സലാം വലൈക്കും പറയുമ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ സേവ് ചെയ്തിട്ടുണ്ടാണ് ഉസ്താദിനോട് പറയണ്ടോ. അതുപോലെ കട്ടടാതെ മഞ്ചേരി അങ്ങാടി കൂടെ നിങ്ങൾ നടക്കുകയാണ്, ഒരു തൊക്കെ തലയിട്ടാണ്ടോ ഇങ്ങനത്തെ പോസ്റ്റ് എന്താ കാരണം? അപ്പൊ അള്ളാഹുവിനെ പൂജിക്കില്ലേ? ഇവരെയാണോ പേടിക്കുന്നത്, അള്ളാഹാണോ പേടിക്കുന്നത്? ആലോചിച്ചു. അള്ളാഹിനെ പേടിക്കുന്നവർ ഈ ഉസ്താദന്മാരിൽ ഉണ്ട്. വെറുതെ തട്ടിപ്പ് കാണിക്കണം കുഞ്ഞുങ്ങള്. അപ്പൊ എങ്ങനെ പിടിച്ചിട്ട് മകൻ വന്ന് മരുമൻ പറയും പാപ്പ അസ്സലാമു അലൈക്കും പറഞ്ഞു കൊടുത്തേ. അപ്പൊ ഇയാളുണ്ടാവില്ല പിന്നെ താഴ്ത്തേക്ക് എപ്പോഴും വന്ന് നമുക്ക് ആക്കെ കുറച്ചു മുമ്പ് കണ്ടതാണ് ഇവര് കാറിലിറങ്ങണത്. അഭിനയിക്കുക. എന്നിട്ട് താജ് നിസ്കരിക്കുക. ആരാണ് മരുമകനെ കണ്ട് എഴുന്നേറ്റത്? സൂര്യചന്ദ്ര നക്ഷത്രകോട താരപഥങ്ങൾക്കപ്പുറം പോയി ആകാശ ഗഗനത്തിന്റെ പരപ്പിന്റെ മുകളിൽ പോയിട്ട് ബുറാഖിന്റെ മുകളിൽ ജിബ്രീലിന്റെ കൂടെ യാത്ര ചെയ്യവേ ഹത്താലി ബഹർ നൂരി ജിബ്രീലും അഖാബ്. നൂറിന്റെ സമീപമെത്തിയപ്പോ ജിബ്രീൽ നിന്നില്ലേ, ബുറാഖ് നിന്നില്ലേ. ജിബ്രീൽ എന്ന കൂട്ടുകാരൻ പറഞ്ഞില്ലേ, നബിയേ എന്റെയും അല്ലാഹിന്റെയും ഇടയില് 70 മറകളുണ്ട് നബിയേ. ഒരു മറയിലേക്ക് പ്രവേശിച്ച കത്തിപ്പോകുമെന്ന് മുഖർറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ പറഞ്ഞു. ജിബ്രീലിന് പോലും പടക്കാൻ പറ്റാത്തോടത്ത് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ. എന്നിട്ട് 70 മറകൾ കടന്ന് ജമാലിയത്തിന്റെ ജലാലിയത്തിന്റെ നൂറാനിയത്തിന്റെ പ്രഭവമായ റബ്ബുൽ ഇസ്സത്ത് നേരിട്ട് കണ്ടു. ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം കണ്ടു മുഹമ്മദ് മുസ്തഫ. ആ നബി അലിയാരികൾ വന്നപ്പോൾ എഴുന്നേറ്റ് മുഅ്മിനീങ്ങൾ. അപ്പൊ നമ്മൾ അല്ലാഹു റസൂൽ പേരക്കുട്ടി ഹസന് വേണ്ടിയിട്ട് ആന കളിച്ചു എന്ന് ആര്? ലോകത്തിന്റെ നേതാവ്, 12,000 ചതുരശ്ര മൈൽ പരന്നു കിടക്കുന്ന വിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കിരീടം വെക്കാത്ത രാജാവ്. ഭൗതികമായി പറഞ്ഞാൽ ആത്മീയമായുള്ള ഡയറക്ടർ ആനയുടെ പോലെ കിടന്നു. യാ അല്ലാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറല്ലാഹു തോട്ട് നമ്മുടെ പേരക്കുട്ടി നമ്മൾ പേപ്പറായിട്ട് നമ്മൾ പ്രയോഗിക്കുക വാക്ക് ആര്? തസ്ലീമാനെ കൈ പിടിച്ചിട്ട് നിസ്കാരം മുടക്കണമെന്നില്ല. ഒരു കുട്ടിയോട് കരുണ കാണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മൾ അള്ളാഹുവിനെ പേടിച്ചിട്ടേ ഉള്ളൂ. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിച്ചിട്ടില്ല. അള്ളാഹുവിനെ സ്നേഹിച്ചവന് ഈമാനിന്റെ മധുരമുള്ളവന് അങ്ങനെ പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹ ചുംബനങ്ങളും വാത്സല്യങ്ങളും ലഭിക്കാത്തതുകൊണ്ട് ആണും പെണ്ണും പരസ്പരം ചുംബിക്കേണ്ടി വന്നത്. മക്കളെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, സ്നേഹം വേണ്ടിയവര് പോയി. അള്ളാഹു നമ്മുടെ തലമുറയെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാം. അലാമത്തു ഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം ദവാമു ദിക്രില്ലാഹ്, എപ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കും. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഔലിയാക്കന്മാർ പറഞ്ഞത് ഖിയാലുക ഫീ ഐനി വദിക്റുക ഫീ ഫമീ, നീ എന്റെ കണ്ണിലുണ്ട് അല്ലാഹുവേ,
നീ എന്റെ ചുണ്ടിലുണ്ട് അല്ലാഹുവേ. അല്ലാഹു ഉണ്ടെന്നല്ല പറയുന്നത് മുഴുവൻ ദിക്റായിരിക്കും. പിന്നെ ആ ദിക്റിൽ ഒരാൾ ഗീബത്തും ഇല്ല. വമതവാക ഫീ ഖൽബി നെഞ്ചിനുള്ളിൽ നീയാ